ഇമാം ബുഖാരി തങ്ങളുടെ എതിരാളികളുണ്ട്. ചുള്ളിക്കോട് ഹുസൈൻ സഖാഫിയോട്, എല്ലാ സഖാഫിയോടും എനിക്ക് പ്രിയം കണക്കാണ്. എന്നാൽ അദ്ദേഹത്തിനോട് പ്രിയമുണ്ടായ ഏറ്റവും വലിയ ഒരു സമയം, അദ്ദേഹത്തിനോട് കൂടുതൽ സന്തോഷമുണ്ടായ ഒരു സമയം, ഞങ്ങൾ ഇമാം ബുഖാരി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോയി. വളരെ കാലമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. 1963 ഡിസംബർ 30 ഞാൻ വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് സനദ് വാങ്ങി പുറത്തു വന്ന് 1964 തന്നെ മങ്ങാട് ജുമാഅത്ത് പള്ളിയിൽ ദർസ് തുടങ്ങിയത് സഹീഹുൽ ബുഖാരി കൊണ്ടാണ്. ബുഖാരിയാണ് അന്ന് ദർസ് തുടങ്ങിയത് തന്നെ. അന്നു മുതൽ 964 മുതൽ ഈ കാലം വരെയും എല്ലാ കൊല്ലവും അള്ളാഹുവിന്റെ മഹളായ ഫള് കൊണ്ട് സഹീഹുൽ ബുഖാരി ദർസ് നടത്താറുണ്ട്. എന്നാൽ ആ ഇമാം ബുഖാരി തങ്ങളെ ഒന്ന് സിയാറത്ത് ചെയ്യണം എന്ന് കരുതി ഞങ്ങൾ പോയി. പക്ഷെ അവിടെ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, 4 ഭാഗത്തും കയറ് കെട്ടിയിരിക്കുന്നു. അടുക്കാൻ പാടില്ല. കാരണം ആ മഖാമിന്റെ വർക്ക് നടക്കുന്നു. മേൽഭാഗത്തൊക്കെ പുതിയ പൊട്ടിപ്പോയത് നന്നാക്കുകയും തേപ്പും വാർപ്പും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഒറ്റ കുട്ടിക്കും അങ്ങോട്ട് അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ചുള്ളിക്കോടിന്റെ ഹിക്മത്ത് മാത്രം, അള്ളാഹു കൊടുത്ത നല്ല ഹിക്മത്ത്. അവിടെ ചെന്നിട്ട് അതിൻ്റെ പോലീസുകാർ വലിയ ഉദ്യോഗസ്ഥന്മാരിലേക്കും അല്ല, അവിടെ പോയാൽ കിട്ടൂല. അതിൻ്റെ ഇടയിലുള്ള തുറന്നു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ പോയി കണ്ട് പിടിച്ചിട്ട്, ഞങ്ങൾ എത്രയോ ദൂരത്തുനിന്ന് ഇന്ത്യ രാജ്യത്തുനിന്ന് വരികയാണ്, അതുകൊണ്ട് ഒന്ന് ആ മഖാമിൻ്റെ അടുക്കലേക്ക് പോകാൻ സമ്മതം തരണമെന്ന് ഏത് ഭാഷയിലാണ് പറഞ്ഞതെന്ന് അയാൾ തന്നെ വിവരിക്കണം. ഏതായാലും നിങ്ങൾക്ക് 4 പേർക്ക് മാത്രം അങ്ങോട്ട് പോകാം, വേറെ ആർക്കും പോകാൻ സമ്മതം തരൂല എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഇമാം ബുഖാരിയുടെ മഖാമ് ഇങ്ങനെ ഭൂമിയുടെ നിലനിൽപ്പിൽ നിന്ന് താഴെ ഒരു കുഴിയിലേക്ക് ഇറങ്ങിയിട്ട് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് അവിടെ ഉള്ളത്. ഞങ്ങൾ 4, പിന്നെ 5, പിന്നെ 10 പേരോ 12 പേരോ അവിടെ പോയി. അവിടെ വെച്ചിട്ട് ബുഖാരിയുടെ 1-2 ഹദീസുകൾ വായിച്ച് ദർസ് നടത്തി. അവിടെ വെച്ച് സിയാറത്ത് ചെയ്തു. ഞങ്ങൾക്ക് പോരാൻ സാധിച്ചു. ചുള്ളിക്കോടിന്റെ ഹിക്മത്ത് കൊണ്ട് തന്നെയാണ് അന്ന് അത് സാധിച്ചത്. അതുകൊണ്ട് ആ സമയത്ത് അദ്ദേഹത്തോട് ഉണ്ടായ സ്നേഹം അത് ചെറുതല്ല. അങ്ങനെ ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ എത്രയോ കഷ്ടപ്പാടുകൾ തരണം ചെയ്തിട്ടുണ്ട്, എത്രയോ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരിക്ക് കണ്ണ് കാണാതെ ആയിപ്പോയിരുന്നു. ഇമാം ബുഖാരിയുടെ ഉമ്മ ഒരൊറ്റ ദുആയാണ്, അല്ലാഹ് എന്റെ മകന് കണ്ണ് കാണിച്ചു കൊടുക്കണം. ഒരൊറ്റ ദുആ, ഉമ്മന്റെ ദുആ. ആ ദുആ അല്ലാഹു തആല സ്വീകരിച്ചു. ഇമാം ബുഖാരിക്ക് കാഴ്ച മടക്കി കൊടുത്തു.